ഏതൊരു വ്യക്തിയും സമൂഹത്തിൽ ബഹുമാനം നേടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ശീലങ്ങൾ കാരണം അവർ സ്വന്തം പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നു. അത് പിന്നീട് അവരുടെ ഭാവിയെ തന്നെ ബാധിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ചില നയങ്ങൾ പാലിക്കുന്നത് നല്ലതാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ബഹുമാനം നിലനിർത്താൻ നിങ്ങൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിജയിച്ച ഒരാൾ പോലും പരാജിതനാകുന്നു. നിങ്ങളുടെ ബഹുമാനം വളർത്തുന്ന ചില സൂത്രവാക്യങ്ങൾ ചാണക്യനീതിയിൽ നൽകിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാണക്യനീതി അനുസരിച്ച് ഒരു വ്യക്തി എല്ലായ്പ്പോഴും ശരിയായ കൂട്ടുകെട്ട് നേടാൻ ശ്രമിക്കണം. നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതിന്റെ ഫലം നിങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ദൃശ്യമാകും. തെറ്റായ ആളുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണം. നല്ല ആളുകളുമായി കൂട്ടുകൂടുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കൈവരുന്നു. ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തി തന്റെ സംസാരത്തിൽ എപ്പോഴും ലാളിത്യം സൂക്ഷിക്കണം. ഇത്തരക്കാരെ സമൂഹത്തിലുള്ളവർക്കും നല്ല ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ സംസാരം നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം പ്രകടിപ്പിക്കുന്നു. അതിനാൽ എല്ലായ്പ്പോഴും സംസാരത്തിൽ മാധുര്യം നിലനിർത്താൻ ചാണക്യൻ ഉപദേശിക്കുന്നു. ഒരു വ്യക്തി എപ്പോഴും തന്റെ പെരുമാറ്റത്തിൽ വിനയവും മാന്യതയും പുലർത്തണം. അത്തരം ആളുകൾ എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു. നല്ല പെരുമാറ്റം സൂക്ഷിക്കുന്നവർ ഒരിക്കലും അനാവശ്യമായി പ്രശ്നത്തിൽ ചെന്നു ചാടില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർക്ക് എളുപ്പത്തിൽ പരിഹരിക്കാനുമാകുന്നു. ഇത്തരക്കാരെ സഹായിക്കാൻ മറ്റുള്ളവരും എപ്പോഴും മുന്നോട്ട് വരുന്നു. ഒരു വ്യക്തിയുടെ അറിവ് അവന്റെ ബഹുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി എപ്പോഴും തന്റെ അറിവ് വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. അറിവുള്ള വ്യക്തി സമൂഹത്തിൽ എപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു. അതിനാൽ അറിവ് നേടാനുള്ള ഒരു അവസരവും നിങ്ങൾ പാഴാക്കരുത്. കാഴ്ചയിൽ എത്ര സുന്ദരന്മാരായാലും അറിവില്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാണെന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ അറിവാണ്. അറിവ് അവന് ജീവിതത്തിൽ സമ്പത്തും വിജയവും നൽകുന്നു. തന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്ന വ്യക്തികൾ എപ്പോഴും മികച്ചവരായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഒരു വ്യക്തി തന്റെ തെറ്റിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അവൻ സമൂഹത്തിനും പ്രചോദനമായി മാറുമെന്ന് ചാണക്യൻ പറയുന്നു. ഒരു വ്യക്തിക്ക് തന്റെ കഠിനാധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധ്യമായ കാര്യങ്ങൾ വരെ സാധ്യമാക്കാൻ കഴിയുമെന്ന് ചാണക്യൻ പറയുന്നു. ഒരു വ്യക്തിക്ക് തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം ജീവിതത്തിൽ തീർച്ചയായും ലഭിക്കുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ കഠിനാധ്വാനമാണ് വിജയത്തിന്റെ അടിസ്ഥാന മന്ത്രമെന്ന് ചാണക്യൻ പറയുന്നു. സർവശക്തിയും ഉപയോഗിച്ച് സിംഹം ഇരയുടെ മേൽ ചാടി വീണ് കഠിന പ്രയത്നത്തിലൂടെ അതിനെ കീഴടക്കി വിശപ്പടക്കുന്നു. അതിശക്തനാണെങ്കിലും കഠിനാധ്വാനത്തിലൂടെയേ നിലനിൽക്കാനാകൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം. ഏകാഗ്രചിത്തനായി നിശ്ചലനായി തടാകക്കരയിൽ നിൽക്കുന്ന കൊക്ക് തന്റെ കാൽ ചുവട്ടിൽ വരുന്ന മത്സ്യത്തെ അനായാസം കൊത്തി വിഴുങ്ങുന്നു. കൊക്ക് മത്സ്യക്കൂട്ടങ്ങളെ തേടി അവയുടെ പിന്നാലെ പരക്കം പാഞ്ഞു നടക്കാറില്ല. ഏകാഗ്രതയും ക്ഷമയുമാണ് കൊക്കിന്റെ വിജയം. സമ്പത്തോ സുഖ സൗകര്യങ്ങളോ മാനസിക സംതൃപ്തി നൽകുകയില്ല. കൂടുതൽ സുഖം നേടുവാനുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സുഖ സമൃദ്ധിയും ദാരിദ്ര്യ ദുഃഖങ്ങളും ഒരേ നിസ്സംഗതയോടെ അനുഭവിക്കാനുള്ള മാനസികാവസ്ഥയിലെത്തുമ്പോൾ ഒപ്പം സംതൃപ്തിയും ലഭിച്ചിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.